ഇന്ന് ക്ലാസ്സിൽ പോകുന്നതിന് മുന്നേ കുറച്ച് സമയം കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് അതെടുക്കാമെന്ന്. സോ ഞാൻ ഇന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഞാനൊരു 3 വീക്സ് മുന്നേ മൂക്ക് കുത്തിയിട്ടുണ്ടായിരുന്നു. മൂക്ക് കുത്തുക എന്നുള്ളത് എൻ്റെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമായിരുന്നു കുറേ കാലമായിട്ട്. ബട്ട് ഐ ഹാവ് 0 പെയിൻ ടോളറൻസ്. എനിക്ക് തീരെ പെയിൻ സഹിക്കാൻ പറ്റില്ല. ഇഞ്ചെക്ഷൻ വെച്ചാലടക്കം ഞാൻ കരയും. അങ്ങനത്തെ ആളാണ് ഞാൻ. അപ്പം എങ്ങനെ മൂക്ക് കുത്തും എന്നെനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എനിക്ക് ആ കുത്തുന്ന മൊമെൻ്റായിരുന്നു ഭയങ്കര പേടി. എനിക്ക് അതിന് ശേഷമുള്ള പെയിൻ ഐ ക്യാൻ ടോളറേറ്റ്. ബട്ട് ആ കുത്തുന്ന ഒരു മൊമെൻറ്റ് സർവൈവ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ആങ്സൈറ്റി ആയിരുന്നു എനിക്ക്. സോ എൻ്റെ ഫ്രണ്ട് കുത്തിയത് ഞാൻ റീസെൻ്റായിട്ട് കണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും കുത്തണം എന്ന്. അങ്ങനെ ഞാൻ തമിഴ്നാട്ടിൽ തന്നെ തൃച്ചിയിൽ പോയിട്ടാണ് മൂക്ക് കുത്തിയത്. എന്തിനാ തൃച്ചി വരെ പോയതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ ഫ്രണ്ട് കുത്തിയെന്ന് പറഞ്ഞു, അവൾ അവിടെ നിന്നാണ് കുത്തിയത്. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ തന്നെ പോയി കുത്താം, ഒരാൾ കുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടെ തന്നെ പോയിട്ട് കുത്തി. സോ കുത്തി എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആ കുത്താൻ പോകുന്ന മൊമെൻറ്റ്, ഞാൻ ഗൺ ഷോട്ടല്ല ചെയ്തത്, ഞാൻ നീഡിൽ പിയേഴ്സിംഗ് ആണ് ചെയ്തത്. കുത്താൻ പോകുന്ന ആ മൊമെൻറ്റ് വരെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ഭയങ്കര പാനിക്കായിരുന്നു. ആ സമയത്ത് എനിക്ക് തീരെ ഞാൻ കുറേ അധികം ഡൗട്ട് ചെയ്തു കുത്തണോ വേണ്ടയോന്ന്. പക്ഷേ ഞാൻ എന്തായാലും അവിടെ വരെ പോയില്ലേ, അവിടെ വരെ ജ്വല്ലറിയിൽ പോയിട്ട് ഇരുന്നില്ലേ, ആ ഒരു കാരണത്തിൽ ഓക്കെ കുത്തിക്കോ എന്ന് പറഞ്ഞു. ബട്ട് കുത്തുന്ന സമയത്ത് ഒരു ചെറിയ പെയിന്, ചെറുതല്ല കുറച്ച് വലിയ പെയിനുണ്ട്. ബിക്കോസ് നീഡിൽ പിയേഴ്സിങ്ങും കൂടെ ആകുമ്പം കുറച്ച് പെയിനുണ്ട്. പക്ഷെ ആ കുത്തി നെക്സ്റ്റ് മിനിറ്റ് തൊട്ടിട്ട് എനിക്ക് പെയിനില്ല. സീരിയസ്ലി എനിക്ക് പെയിനില്ല. ഞാനിത് വെറുതെ പറയുന്നില്ല. ഞാൻ ആരോടും ഞാനിത് പറഞ്ഞാലും വിശ്വസിക്കുന്നില്ല. എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് തീരെ പെയിനില്ലായിരുന്നു. ഈ ഒരു സമയം വരെ എനിക്ക് പെയിനില്ല. ഞാനിപ്പം 3 വീക്കായിട്ടും എനിക്ക് മൂക്ക് തൊടാൻ പറ്റും. എനിക്ക് പെയിനില്ല. ഇത് ഞാനൊരു 1 വീക്കിൽ എനിക്ക് മൂക്ക് തൊടാനൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് മൂക്ക് തൊടാനേ പറ്റില്ല, 1 മന്ത് എല്ലാം കഴിയണം, മൂക്ക് ഭയങ്കര വേദനയാണ്, ഇപ്പോഴും വേദനയാണെന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് പെയിൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മൂക്കുത്തി മാറ്റുന്നതിനെ കുറിച്ചിട്ട് ഞാൻ കുറേ പേരോട് ചോദിച്ചു. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഒരു 1 മന്ത് കഴിയണം മൂക്കുത്തി മാറ്റാമെന്നൊക്കെ. പക്ഷേ എനിക്കൊരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഞാനിപ്പോൾ ഇട്ട നീഡിൽ പിയേഴ്സിങ്ങിൻ്റെ ടൈമിൽ ഇട്ട മൂക്കുത്തി മാറ്റണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അറൗണ്ട് ഒരു 2 വീക്സിൻ്റെ 2 വീക്സ് ആയിട്ടില്ല, അടുത്തായപ്പോഴത്തേനും ഞാനത് മാറ്റി വേറെ മൂക്കുത്തി ഇട്ടു. ചങ്കീരിയുള്ള മൂക്കുത്തിയായിരുന്നു ഇട്ടത്. സോ ഞാൻ തന്നെ മാറ്റിയിട്ടാണ് ആ മൂക്കുത്തി ഇട്ടത്. ആൻഡ് അതൊരു ഫാൻസി കടയിൽ നിന്ന് വാങ്ങിയ മൂക്കുത്തിയാണ് പിന്നെ ഇട്ടത്. പിന്നെ എനിക്ക് അത് മാറ്റാൻ തോന്നി. അങ്ങനെ ഞാൻ വേറൊരു മൂക്കുത്തിയും കൂടെ വീട്ടിൽ പോയിട്ട് ഒരു ഗോൾഡ് മൂക്കുത്തി ഇട്ടു. അതിൻ്റെ സിസ്റ്ററാണ് എനിക്ക് ഇട്ട് തന്നത്. ആ മൂക്കുത്തി ഇടുമ്പോഴും എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഇത് ഞാനിടുന്ന 4ാമത്തെ മൂക്കുത്തിയാണ് മൂക്കുത്തിയതിന് ശേഷം. സോ എനിക്കിപ്പോൾ ഇത് ഓക്കെയാണ്, കംഫർട്ടബിളാണ്. എനിക്ക് ഈ മൂക്കുത്തി മാറ്റുമ്പോഴും വേറെ മൂക്കുത്തി ഇടുമ്പോഴും ഒന്നൊരു പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ചില ആൾക്കാർക്ക് അത് സബ്ജക്റ്റീവാണ്. ബിക്കോസ് ചിലർക്ക് പെയിൻ ഉണ്ടാവും, ചിലർക്ക് പെയിൻ ഉണ്ടാവില്ല, ചിലർക്ക് മൂക്കുത്തി മാറ്റാനും കഴിയില്ല, ചിലർക്ക് പഴുക്കും. ബട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പഴുക്കാതിരിക്കാൻ അല്ലെങ്കിൽ നന്നായിട്ട് മൂക്ക് കുത്തണം എന്നുണ്ടെങ്കിൽ യു ഷുഡ് ഗോ ഫോർ നീഡിൽ പിയേഴ്സിങ്. ഗൺ ഷോട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കഴിയും, കുറച്ചും കൂടെ സിമ്പിളാണ്, ഈസി പ്രോസസ്സാണെന്നൊക്കെ പറയും. ബട്ട് പറ്റുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും നീഡിൽ പിയേഴ്സിങ് തന്നെ ചെയ്യുക. അതാണ് കുറച്ചും കൂടെ ഹീലാവാൻ ബെറ്റർ. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, നമ്മൾ മൂക്ക് കുത്താൻ പേടിയുള്ള ആൾക്കാർ കുത്തുന്നതിന് മുന്നേ കുറേ അങ്ങ് പാനിക്കാവുക. അപ്പോൾ കുത്തിക്കഴിഞ്ഞാൽ പിന്നെ ദേ വിൽ ബി ഓക്കെ, കഴിഞ്ഞല്ലേ ഇനി എന്ത്, അങ്ങനെ ഒരു അവസ്ഥയിലാവും. ആൻഡ് പിന്നെ ഉപ്പുവെള്ളം വെക്കുക, കോക്കനട്ട് ഓയിൽ വെക്കുക, അത് ഡെയിലി ചെയ്യുക, മുടങ്ങാതെ ആ ഒരു കാര്യം ചെയ്യുക. പിന്നെ ക്ലീനാക്കി വെക്കുക ആ ഭാഗം. അത്രയൊക്കെ ഇതിൽ ശ്രദ്ധിക്കാനൊക്കെ ഉള്ളൂ. ഇറ്റ് ഈസ് നോട്ട് എ ബാലീകറ മലയൊന്നും അല്ല. ആഗ്രഹമുണ്ടെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്. ഇറ്റ്സ് ജസ്റ്റ് 3 or 4 ഒരു
ഒരു 1 മിനിറ്റ് പ്രോസസ്സേ ഉള്ളൂ ആകെ മൂക്കുത്തി ഇടുന്നത്. സോ ആ 1 മിനിറ്റ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. So that's all my മൂക്കുത്തി സ്റ്റോറി.